മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗ്ഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്ന വിവാദം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നോടൊന്നും ആരും പറഞ്ഞില്ല. ഒരുപാട് പൈസ ആവശ്യമാണ് എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എനിക്കിത് കൂടിയേ പറ്റത്തുള്ളൂ. എന്റെ യൂട്യൂബ് ചാനൽ വരുമാനം അല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗം എനിക്കില്ല. അപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഈ ഒരു ചാനൽ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കഴിവതും നിങ്ങൾ എന്നെ പറ്റി പഴയതൊന്നും ഈ എന്നെ അവഗണിക്കുന്നവർ പറയുന്ന പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ എന്നെ പോലുള്ള രേണു കുറച്ച് ദിവസമായിട്ട് രേണു വീഡിയോസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും യൂട്യൂബ് ചാനലായാലും തന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് രേണു ഈ പറയുന്ന തോതിൽ ഹോസ്പിറ്റലായിരുന്നു. കീമോ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ചില അസ്വസ്ഥതകളും കാരണങ്ങളൊക്കെ കൊണ്ട് ഐസിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് തന്നെയാണ് രേണു ഇപ്പോൾ വന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം, അതായത് നിലവിൽ രേണു ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. അതിൽ ചില കാര്യങ്ങൾ രേണു തുറന്ന് പറയുന്നുമുണ്ട്. അതിൽ രേണു പറഞ്ഞൊരു കാര്യമാണ്, ഡോക്ടർ പറഞ്ഞു ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളത്. പക്ഷേ രേണു പറയുന്നു ഫോൺ ഉപയോഗിക്കാതെ വഴിയില്ല എന്നുള്ളത്, അതായത് വീഡിയോസ് ചെയ്യണം എന്നുള്ള തരത്തിൽ, വരുമാന മാർഗമാണ് എന്നുള്ള തരത്തിൽ രേണു പറയുന്നു. ഇതിലെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, രേണുവിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സോഷ്യൽ മീഡിയ ആണ് രേണുവിന് കംപ്ലീറ്റ് എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായി മാറുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സമാധാനം കിട്ടുന്ന ഒരു സംഭവം വേണമെങ്കിൽ ഉറപ്പായിട്ടും ഫോൺ ഉപയോഗിക്കാതിരിക്കുക, സോഷ്യൽ മീഡിയ വീഡിയോസ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ രേണു പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം എടുത്ത് പറയണമല്ലോ, രേണുവിനെ സംബന്ധിച്ചുള്ള രേണു വീഡിയോസ് ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ രേണുവിന് വീഡിയോസ് ചെയ്യാതിരിക്കണമെന്ന് പറയാനോ ആർക്കും ഒരു ഇതില്ല. രേണുവിന് ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്യാം, രേണുവിൻ്റെ താല്പര്യമാക്കം വീഡിയോസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന രീതിയിൽ വിമർശനങ്ങൾ അധികമാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ആൾക്ക് കോണ്ടന്റ് കൊടുക്കുന്ന തരത്തിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ഓരോ വയ്യാവേലികൾ ഉണ്ടാക്കി വയ്ക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം നിലവിലത്തെ സിറ്റുവേഷൻ രേണുവിൻ്റെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് രേണുവിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർ കൂടുതൽ രേണുവിൻ്റെ വീഡിയോസ് ഇങ്ങനെ വരും തോറും, അതിൽ പ്രത്യേകിച്ച് രേണു പറയുന്ന ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഒരു തരത്തിൽ വിമർശനത്തിന് ഇരയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കിച്ചുവിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം രേണുവിൻ്റെ ആ ഒരു വീഡിയോയിൽ വന്ന ആ ഒരു പരാമർശം കൊണ്ടാണ് ആ ഒരു വിഷയം ഇത്രത്തോളം പ്രശ്നമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് തന്നെ. അതുകൊണ്ട് തന്നെ രേണുവിനെ സംബന്ധിച്ചുള്ള രേണുവിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, രേണുവിന് വീഡിയോസ് ചെയ്യണമെങ്കിൽ രേണുവിന് വീഡിയോസ് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഒരു വിമർശനത്തിന് ഇടയുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ രേണുവിൻ്റെ വീഡിയോസിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. രേണുവിന് മനസ്സമാധാനം കിട്ടണമെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ വീഡിയോസ് ചെയ്യുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ രേണുവിൻ്റെ വീഡിയോസിൽ നിന്നും ഈ പറയുന്ന തോതിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടന്റ് കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു വിമർശനത്തിന് ഇടയുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതുള്ള വീഡിയോസ് രേണു ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു ഇതുമില്ല, അത് രേണുവിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ രേണുവിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രേണു തന്നെ പറയുന്നു മനസമാധാനം എന്നുള്ള കാര്യം, ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് ഒഴിവാക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ വീണ്ടും ഈ പറയുന്ന തോതിൽ എന്തെങ്കിലും കാര്യം വായിൽ നിന്നും അറിയാതെ വീണ് പോയി കഴിഞ്ഞാൽ അതിൽ കൊളുത്തിപ്പിടിക്കാനും പല രീതിയിൽ അത് വിമർശനത്തിന് ഇടയുണ്ടാക്കാനുമായിട്ടുള്ള സംഭവവികാസം ചുറ്റുപാടും ഉണ്ട് എന്നുള്ളത് രേണു ഓർക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇതിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ നിന്നും റിക്കവറായി വരും വരെയെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം പരമാവധി കുറച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് രേണുവിന് ഇപ്പോൾ നല്ലതെന്ന് പറയുന്നത്.